السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. വേദിയിലെ സമാദരണീയനായ കോഴിക്കോട് വലിയ ഖാദി, ആദരണീയനായ സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, എൻ്റെ ബഹുമാന്യരായ സഹപ്രവർത്തകൻ നാസർ ഫൈസി, ത്രീ സ്റ്റാർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സംഘടനാ നേതാക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നമ്മുടെ പ്രസ്ഥാനത്തെ രംഗത്ത് പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ സകലമാന പേരുടെയും ഖബറും അല്ലാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഇരുവീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തന രംഗത്ത് 4 നൂറ്റാണ്ട് പൂർത്തിയാക്കി അതിൻ്റെ ജൂബിലി ആഘോഷ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മതകീയ മണ്ഡലത്തിൽ 25 വർഷക്കാലത്തെ കർമ്മനിരതമായ പ്രവർത്തന രംഗത്ത് സജീവമായ സാന്നിധ്യമായി സമുദായവും സമൂഹവും രാജ്യവും ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം കൂടി ഈ സമർക്കന്തോടുകൂടി മറ്റൊരു സ്റ്റെപ്പിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. 1989 ഫെബ്രുവരി 19 അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ പിറവിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തന മേഖല പൂർത്തിയാക്കി 25ന്റെ പുതിയാപ്പിളയുടെ നിറവിൽ വരും നാളുകളിലേക്കുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുന്ന വേദിയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. 10 വർഷങ്ങൾക്കും 15 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സംഘടന പിറവിയെടുത്ത് 10 വർഷം പൂർത്തിയാക്കി കുറ്റിപ്പുറത്തെ വാദീനൂറിൽ ഇതുപോലെ നമ്മൾ സംഗമിച്ചിരുന്നു. അത് കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മജ്ലിസ് ഇന്തിസാബിന്റെ വേദിയിലും നാം ഒരുമിച്ച് ചേർന്നിരുന്നു. 25ന്റെ നിറവിൽ നാം ഇവിടെ വീണ്ടും സംഗമിക്കുന്നു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റിതര സംഘടനകളെ പോലെയുള്ള ഒരു സാഹചര്യത്തിലല്ല നാം പറന്നു വീണത്. ചുറ്റുഭാഗവും ശത്രുക്കൾ കല്ലെറിയാനും പരിഹസിക്കാനും ഒരു വേള പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്നതിന് വിഘാതമുണ്ടാക്കാനും ആസൂത്രിതമായി, അതും പാണ്ഡിത്യത്തിന്റെ വേഷം ധരിച്ച കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ടുള്ള തീക്ഷ്ണമായ അക്രമങ്ങളെയും അതിക്രമങ്ങളെയും ഒക്കെ നെഞ്ചൂക്കോടുകൂടി നേരിട്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം 25ൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു പ്രസ്ഥാനത്തിന് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. നാം പറന്നു വീണത് ശത്രുക്കളുടെ മധ്യത്തിലേക്കാണ്. നമ്മുടെ ശരിയാക്കുന്നതിന് വേണ്ടി സർവായുധ സജ്ജരായി നിലനിന്ന ശത്രു സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറന്നു വീണ നാം അതിന്റെ പ്രാരംഭഘട്ടങ്ങളെക്കുറിച്ച് സ്മരിക്കുകയുണ്ടായി. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ അർത്ഥത്തിലും നേരിട്ടുകൊണ്ട്
ഇന്ന് നാം കേരളക്കരയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ. കേരളമല്ല, അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ, അതും കടന്ന് വിദേശ രാജ്യങ്ങൾ, ദ്വീപ് സമൂഹങ്ങൾ തുടങ്ങി പ്രത്യേകിച്ച് മലയാളികളുള്ള എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയും നമ്മുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഈ മുന്നേറ്റത്തിൽ ഒരു കാര്യം നമുക്ക് ബോധ്യമാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിക്കാൻ കരുത്തുള്ള പ്രവർത്തകരുടെ നിറഞ്ഞ സാന്നിധ്യം ഗ്രാമാന്തരങ്ങൾ മുതൽ പട്ടണ പ്രദേശങ്ങളിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന സംവിധാനത്തിലേക്ക് ഉയർത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആരടാ എന്ന് ചോദിച്ചാൽ അതിനതേ ഭാഷയിൽ ഞാനട എന്ന് പറയാൻ കരുത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. നമ്മുടെ പ്രസ്ഥാനം എന്തുകൊണ്ട് ഈ ഒരു നിലയിലേക്ക് ഉയർന്നു? കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരികമായ മതപണ്ഡിത സഭയായ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശ പ്രബോധന പ്രവർത്തന രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമായി പ്രവർത്തനം തുടങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന് 25 വർഷം കൊണ്ട് ഇത്രമാത്രം എന്തുകൊണ്ട് നേട്ടമുണ്ടായി? എന്തുകൊണ്ട് ഇത്രയേറെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു? നാം പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ നമുക്ക് ഈ മുന്നേറ്റം നടക്കുന്നതിന് വേണ്ടി നാം തയ്യാറാക്കിയ പദ്ധതികൾ എന്തൊക്കെയെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. പോരായ്മകൾ പരിശോധിക്കേണ്ടതുണ്ട്. വരും നാളുകളിൽ നമ്മുടെ പ്രസ്ഥാനം എങ്ങനെയാകണമെന്നതിനെ കുറിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതികൾക്ക് ഈ വേദിയിൽ വെച്ചുകൊണ്ട് നമ്മൾ രൂപം നൽകേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സമൂഹത്തിന് മുമ്പിൽ, അത് മുസ്ലിം സമുദായത്തിന് മുമ്പിൽ മാത്രമല്ല, പൊതുസമൂഹത്തിന് മുമ്പിൽ അംഗീകാരം നേടിയെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം വളർന്നതിൻ്റെ പ്രധാനമായ കാരണം നാം സ്വീകരിച്ച നിലപാടുകളായിരുന്നു. നമ്മുടെ പ്രസ്ഥാനം കൈക്കൊണ്ട നിലപാടുകളായിരുന്നു. ആ നിലപാടുകൾ സമുദായം ഉറ്റുനോക്കി, സമൂഹം ഉറ്റുനോക്കി. ഏതൊരു വിഷയം വരുമ്പോൾ, പ്രത്യേകിച്ചുകൊണ്ട് മതകീയമായ വിഷയങ്ങൾ വരുമ്പോൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അഭിപ്രായം എന്ത് എന്ന് കാതോർക്കുന്ന ഒരു സാഹചര്യം അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് മലയാളക്കരയിലുണ്ട്. സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ത് പറയുന്നു? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മതകീയമായ വിഷയങ്ങളിൽ വിശേഷിച്ചും ശക്തമായ ഇടപെടലുകൾ നടത്തി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും അംഗീകാരം നേടിയെടുത്തതുകൊണ്ടാണ് ഏതൊരു വിഷയം വരുമ്പോഴും SKSSFന്റെ അഭിപ്രായം എന്ത്, SKSSF എന്ത് പറയുന്നു, SKSSFന്റെ നിലപാട് എന്ത് എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ വരെ ഇന്ന് നമ്മളെ സാഗൂതം കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പത്രസമ്മേളനം വിളിച്ചാൽ, തുടക്കകാലങ്ങളിലൊക്കെ കോഴിക്കോട് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ അതിന് വലിയ കവറേജ് ഒന്നും ലഭ്യമായിരുന്നില്ല. വല്ലാതെ മാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് SKSSF ഒരു പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആ വിവരം വൈകി അറിയിച്ചാൽ പോലും പലപ്പോഴും ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക് സെന്ററിന്റെ ഹാളിൽ സ്ഥലമില്ലാത്ത വിധത്തിൽ അത്രമാത്രം മാധ്യമങ്ങൾ, ചാനലുകൾ, പത്രമാധ്യമങ്ങൾ SKSSFന്റെ അഭിപ്രായം തേടിക്കൊണ്ടുവരുന്ന രംഗം നിരവധി തവണ ഇപ്പൊ നമ്മൾ കാണുകയാണ്. ഒരു കാലത്ത് നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടായിരുന്നില്ല, നമ്മുടെ അഭിപ്രായം ചോദിക്കാൻ ആരുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സാധ്യതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്? നമുക്കറിയാം, കൃത്യമായ നിലപാടുകൾ, കൃത്യമായ കാഴ്ചപ്പാടുകൾ, സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും
മറ്റു സാമൂഹ്യമായ വിഷയങ്ങളിലും കൃത്യമായ ഇടപെടലുകൾ. നമ്മൾ ഉറങ്ങി നിൽക്കുകയല്ല ചെയ്തത്, നമ്മൾ ഉറക്കം തൂങ്ങി നിൽക്കുകയല്ല ചെയ്തത്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ സക്രിയമായി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് കൃത്യമായി നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ അശ്രാന്തമായ പരിശ്രമം കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുണ്ട്. അരുതാദത്ത് ചെയ്യുമ്പോൾ, തെറ്റായ കാര്യം നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ മൗനിയായി നമ്മൾ ഇന്നലകളിൽ നിന്നിട്ടില്ല. അതെത്ര വലിയവരായാലും, അതാണല്ലോ നമ്മൾ ഇവിടെ ഉയർത്തിപ്പിടിച്ച പ്രമേയത്തിൽ വളരെ പ്രസക്തിയുണ്ട്. നീതിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ മുമ്പിൽ നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ടില്ല, ആരെയും നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. ഏത് വിഷയം വരുമ്പോഴും കൃത്യമായ നിലപാട് നമുക്കുണ്ട്. ആ നിലപാട് ആരുടെ മുമ്പിലും വെച്ച് തുറന്നു പറയാൻ നമ്മൾ കാണിച്ച ചങ്കൂറ്റമാണ്, നമ്മുടെ പ്രസ്ഥാനം കാണിച്ച നട്ടെല്ലാണ് കേരളക്കരയിലെ ഈ സജീവ സാന്നിധ്യമായി നമ്മുടെ പ്രസ്ഥാനത്തെ മാറ്റിയെടുത്തത്. ഇത് നമ്മൾ പഠിച്ചത് നമ്മുടെ മാതൃസംഘടനയിൽ നിന്നുകൊണ്ടാണ്. സന്നിഗ്ധമായ ഘട്ടം വരുന്നപ്പോഴൊക്കെയും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ ഓർക്കണം. സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ 921കളുടെ കാലഘട്ടത്തിൽ കൃത്യമായി അന്ന് സമുദായത്തിന് മുമ്പിൽ ഇടപെട്ടുകൊണ്ട് രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നു വന്ന സന്ദർഭം, അവർ വന്നപ്പോ നല്ല മോഹനമായ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അവർ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ തൃശ്ശൂർ ജില്ലയിലാണുള്ളത്. തൃശ്ശൂരിന്റെ കൊടുങ്ങല്ലൂരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിത്തുപാകുന്ന സന്ദർഭം അവരെ സംബന്ധിച്ചോളം അവർ പുറത്തു കാണിച്ചിരുന്നത്, അവർ പുറത്തു പറഞ്ഞിരുന്നത് നിഷ്പക്ഷ സംഘം എന്ന് പറഞ്ഞു കേവലം കുടുംബങ്ങളിലൂടെ തർക്കം തീർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ തർക്ക പരിഹാര കമ്മിറ്റിയാകുന്ന നിഷ്പക്ഷ സംഘം എന്ന പേരിൽ കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ കാലഘട്ടം. പിന്നെ അത് ഐക്യസംഘമായി മാറി. ഐക്യസംഘം വന്നപ്പോ കെ എം മൗലവിയെ പോലെ സ്വതന്ത്ര സമരത്തിന്റെ രണഭൂമിൽ നിന്നുകൊണ്ട് ഒളിച്ചോടി വന്ന കെ എം മൗലവിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തിന് മുമ്പിൽ കടന്നു വരാനുള്ള ഒരു മറയാക്കിക്കൊണ്ട് ഐക്യസംഘത്തെ ഉപയോഗപ്പെടുത്തി രംഗത്ത് വന്നപ്പോ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള ആളുകൾ പിന്നീട് ബിദ്അത്തിന്റെ ആശയവുമായി റഷീദ് റലിയെ പോലെയുള്ള ആളുകളുടെ ആശയം കടമെടുത്തുകൊണ്ട് അൽമനാറിൽ നിന്നുകൊണ്ടൊക്കെ വായിച്ചെടുത്ത പുത്തൻ ആശയങ്ങളുമായി കടന്നു വന്ന് ഒരു മേച്ചിൽപ്പുറം തേടി നടക്കുന്ന സന്ദർഭത്തിലാണ് ഐക്യസംഘം എന്ന പ്രസ്ഥാനം കടന്നു വരുന്നത് 922. ആ സമയത്ത് സമസ്ത ജംഇയ്യത്തുൽ ഉലമ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ആദരണീയരായ ആലിമീങ്ങൾ കൃത്യമായ ഒരു നിലപാട് അവിടെ സ്വീകരിച്ചു. സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മഹാവിപത്താണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തി സമുദായത്തെ നേരിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അന്ന് സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ ഉലമാക്കൾ തീരുമാനമെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ അന്ന് നട്ടലോടുകൂടി അന്നത്തെ ആ സമുദായത്തെ വഴിപടപ്പിക്കാൻ വന്ന ആളുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിയുമായിരുന്നില്ല. അത്രമാത്രം അപകടമായ വിഷലിപ്തമായ വാദങ്ങളുമായി കൊണ്ട് ആ ബിദ്അത്ത് കടന്നു വന്നത്. സമസ്ത അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അവിടെ ഐക്യസംഘം അതിന്റെ പിന്നിൽ എന്താ ഉള്ളത്? കേവലം കുടുംബങ്ങൾ തമ്മിൽ തർക്കം തീർക്കാനുള്ള ഒരു സംഘത്തിനെതിരെ എന്തിനു നീങ്ങി? ഒരു വേള അന്ന് പോലും ചിലർ ചോദിച്ചിരുന്നു അത്രേ. പക്ഷേ ദീർഘദൃഷ്ടിയോടുകൂടി വിഷയത്തെ കണ്ടു, സമുദായത്തെ ബോധ്യപ്പെടുത്തി, സമുദായത്തെ നേരിന്റെ പാതയിൽ കൊണ്ടുവരാൻ സമസ്ത ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞു. തുടർന്ന് നിങ്ങൾ നോക്കൂ, ഓരോ സംഭവങ്ങൾ. തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്ന സന്ദർഭം, ആ തബ്ലീഗ് ജമാഅത്ത് കടന്നു വന്ന സന്ദർഭത്തിൽ സമസ്ത ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നുവോ? 964 965 സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ ഒക്ടോബർ 16 ചേർന്ന മുഷാവറ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൽ വളരെ കൃത്യമായി പറഞ്ഞു, ബിദ്അത്തിന്റെ കക്ഷിയാണ് തബ്ലീഗ്, അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടാകാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, അത് പറയേണ്ടിയിരുന്നു, അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അവരെന്തെല്ലാം നന്മയുടെ പ്രവർത്തനമാണ് നടക്കുന്നത്. പള്ളിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു, പള്ളിയിൽ ആളുകളെ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുന്നു, കള്ളുകൂടിയന്മാരെ നല്ല മനുഷ്യന്മാരേക്ക് മാറ്റുന്നു. ഇന്നും ചിലരെങ്കിലും ഒറ്റപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, നന്മയില്ലേ എന്ന്. നന്മ എവിടെയാണുള്ളത്? ഇല്ലാത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, തിന്മക്ക് കടന്നു വരണമെങ്കിൽ നന്മയുടെ ലേബൽ ഒട്ടിക്കണം. നന്മയുടെ ലേബൽ ഒട്ടിച്ചേ തിന്മ കടന്നു വരൂ.
തിന്മയുടെ വേഷത്തിൽ കടന്നു വന്നുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയില്ല. നന്മയുടെ ലോബലൊട്ടിച്ച് തിന്മ കടന്നു വരൂ. സാധുബീഡി, വ്യാജബീഡി, ആ സാധുബീഡിയുടെ വ്യാജബീഡിയുടെ പുറത്ത് വ്യാജബീഡി എന്ന് എഴുതിയാൽ അത് മാർക്കറ്റിൽ ചെലവാകില്ല. നോക്കിയയുടെ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ അത് സാംസങ് എന്ന പേരിൽ തന്നെ വരണം. അത് വ്യാജ സാംസങ് എന്ന ലേബൽ ഒട്ടിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ ചെലവാകില്ല. നന്മ ചിലരൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ആ നന്മ ചെയ്തു എന്നതിന്റെ പേരിൽ അതിന്റെ പിന്നിൽ വരുന്ന അപകടത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുണ്ടാക്കുന്ന ദുരന്തം. തബ്ലീഗ് ജമാഅത്തിനെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് SKSFന്റെ നിലപാടുകൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ചിലരെങ്കിലും അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഈ നിലപാട് അന്ന് സംസ്ഥാന നിലപാട് സ്വീകരിച്ചപ്പോൾ ചോദിച്ചിരുന്നു ചിലരൊക്കെ, ഇതിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ കാന്തപുരം മുസ്ലിയാർ അന്ന് മുതലാണ് സമസ്തക്കെതിരെയുള്ള പ്രവർത്തനം ആരംഭിച്ചു. 1966 അഖില കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെടുന്നത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ മുഷാവറയുടെ ആ തീരുമാനത്തിന്റെ അനന്തരഫലമായി കൊണ്ടാണ്. അതിന്റെ മുമ്പന്തിയിൽ ഉണ്ടായിരുന്നത് കാന്തപുരം മുസ്ലിയാരായിരുന്നു എന്നത് മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ MESനെതിരെയുള്ള സമീപനം നമുക്കറിയാം. MES 1964 MES പ്രസ്ഥാനം രൂപപ്പെടുത്ത സന്ദർഭം അതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന നിലക്കാണ് കടന്നു വന്നത്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, സ്കൂളുകൾ സ്ഥാപിച്ചു, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആ സന്ദർഭങ്ങളിലൊക്കെയും ആ സ്ഥാപനങ്ങൾ MES എന്ന് പറയുന്ന പ്രസ്ഥാനം കടന്നു വന്ന സന്ദർഭങ്ങളിൽ അന്നും പലരും അതിനെതിരെ സമസ്ത ജമിയത്തിലെ മുഷാവറ തീരുമാനമെടുത്തു. MES എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. അന്നും പലരും ചോദിച്ചു, അതിന്റെ ആവശ്യമുണ്ടോ? വിദ്യാഭ്യാസ പ്രസ്ഥാനമല്ലേ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുകയാണ്. പർദ്ദക്കെതിരെ ഫസൽ ഗഫൂർ പ്രസംഗിച്ചത്. അതിന്റെ മുൻകാലങ്ങളിൽ നമുക്കറിയാം ശരീഅത്തിനെതിരെ, ബഹുഭാര്യത്വത്തിനെതിരെ ഒരുപാട് ആക്രോശം നടത്തിയ, ശരീഅത്ത് പഴഞ്ചനാണെന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ ആളുകളും കമ്മ്യൂണിസ്റ്റുകളോടും അന്ന് EMSനോടൊപ്പം ചേർന്ന കൂട്ടത്തിലുണ്ടായിരുന്നു MESന്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു വരുന്നത് നിലപാടുകൾ എടുക്കേണ്ട നൂരിഷാ തരീഖത്തിനെതിരെയുള്ള നിലപാട്. സമയപരിമിതി നമ്മുടെ മുമ്പിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയാൽ ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഞാൻ ഇതിനെ അനുസ്മരിക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞു പോയ 10-25 വർഷക്കാലത്തെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുമ്പോൾ ആ പ്രവർത്തനങ്ങളുടെ നാം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ധീരമായ ഒരുപാട് തീരുമാനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനം സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച പ്രമേയങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമാണ്. വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ കഴിഞ്ഞ 25 വർഷക്കാലത്ത് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. തീവ്രവാദത്തിനെതിരെ ശക്തമായ സന്ധിയില്ലാത്ത സമരം നമുക്കറിയാമല്ലോ. തീവ്രവാദ പ്രസ്ഥാനം കടന്നു വരുന്ന സന്ദർഭത്തിൽ 1990കളിൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ തീവ്രവാദ ആശയവുമായി ചില മുസ്ലിയാന്മാർ കടന്നു വന്ന് രംഗത്ത് വന്ന് തീവ്രമായ പ്രസംഗം നടത്തിക്കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വലവീശി പിടിച്ചുകൊണ്ട് തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടന്ന സന്ദർഭം 1992 ബാബരി മസ്ജിദിന്റെ തകർച്ചയോടനുബന്ധിച്ച ആ സന്ദർഭം. അവിടെ നമുക്കറിയാം തീവ്രവാദം തെറ്റും ശരിയും എന്ന പേരിൽ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ നമ്മുടെ പ്രസ്ഥാനം നടത്തി. തീവ്രവാദം തെറ്റും ശരിയും എന്ന പേരിലുള്ള ആ പ്രമേയത്തെ കുറിച്ചുകൊണ്ട് പലരും ചോദിച്ചു, എവിടെയാണ് ശരിയുള്ളത്? തെറ്റുണ്ട് എന്നറിയാം, പക്ഷെ ശരി എവിടെയാണുള്ളത്? നമ്മളവിടെ പറഞ്ഞു, കൃത്യമായി നമുക്ക് നിലപാടുണ്ടായിരുന്നു. തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവ്രവാദത്തെ തെറ്റും ശരിയും എന്ന് പറയുമ്പോൾ ആ തീവ്രവാദത്തിൽ വിശ്വാസരംഗത്തെ തീവ്രമായ നിലപാട് ആവശ്യമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ വിധിവിലക്കുകളുടെ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ ഒരുക്കമല്ല. എന്നാൽ അതേ സമയത്ത് വിശുദ്ധ ഇസ്ലാമിനെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന വിധത്തിൽ നമുക്കറിയാമല്ലോ, നേരത്തെ ഇവിടെ പ്രസംഗിച്ച പുരിയാനി സൂചിപ്പിച്ച പോലെ ജിഹാദ് പോലെയുള്ള വിഷയങ്ങളെ തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്ന സന്ദർഭം 1974-72 ശേഷം ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ സന്ദർഭത്തിലാണ് നമ്മുടെ ചില പ്രദേശങ്ങളിലോ ചില സംഘടനകൾ കടന്നു വന്നത്. ചിലത് പൈമ എന്ന പേരിൽ, കൈമ എന്ന പേരിൽ, സൈമ എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില സംഘടനകൾ അവിടെയും ഇവിടെയും എല്ലാം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കൂട്ടരെ നമ്മൾ കണ്ടത്. വിളക്കിന്റെ മെഴുകുതിരി വട്ടത്തിൽ ഇരുന്നു കൊണ്ട് ദീനീ പ്രബോധനം നടത്താൻ കച്ചകെട്ടിയിറങ്ങിയ മറ്റൊരു വിഭാഗം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിലേക്ക് അവർ കടന്നു വന്നു. മഹല്ലുകളിൽ അവർ കടന്നു ചെന്നു. മഹല്ലുകൾ ചെറുപ്പക്കാരെ വലവീശി പിടിച്ചു.
തീവ്രവാദ ലൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ സന്ദർഭത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് ഇന്ന് ആ സംഘടന NDF എന്ന പേര് സ്വീകരിക്കപ്പെടുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കോഴിക്കോട് ചേർത്തുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയുണ്ടായി. എന്തായിരുന്നു ആ പ്രമേയം? 1974 സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാസാക്കിയ പ്രമേയത്തിൽ കൃത്യമായി പറഞ്ഞു, ഇതാ രഹസ്യമായി നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ലക്ഷ്യം ഇന്നതാണ്. സമുദായം വലിയ വില നൽകേണ്ടി വരും, സമുദായം വലിയ നട്ടം ഇതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായി അതിനെതിരെ സമുദായം ജാഗരൂകരാകണമെന്ന് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയം പാസാക്കിയ സന്ദർഭം നമ്മുടെ പത്രങ്ങൾക്ക് കൊടുത്തു. വിശദമായ കാര്യം ഇവിടെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പത്രങ്ങൾക്ക് ഈ വാർത്ത കൊടുത്തു, വലിയ ബഹളമായി. SKS ഇത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. അന്ന് ഈ തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പലർക്കെന്നും ഞാൻ പറയും, പലർക്കെന്നല്ല, ഒരു കൂട്ടർക്ക് പോലും SKSSFകാർക്കല്ലാതെ ഒരൊറ്റ മുസ്ലിം സംഘടന പോലും ആ തീവ്രവാദ സംഘടനക്കെതിരെയുള്ള പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് ആക്ഷേപം കടന്നു വന്നു. ആ അവസരത്തിൽ തന്നെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാമൻപിള്ള തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് SKSFന്റെ സ്റ്റേറ്റ്മെന്റിനെ സ്വാഗതം ചെയ്തു. അതോടുകൂടി വലിയ ബഹളമായി. SKSF ഇതാ ശത്രുക്കൾക്ക് ആയുധം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ, ഇവിടെ മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വലിയ വണ്ടൊക്കെ നിരത്തിയിട്ട് വളരെ വളരെ മോശമായ വിധത്തിൽ സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെ ആക്ഷേപിക്കേണ്ട, എന്തിന്റെ പേരിൽ? ഈ പറഞ്ഞ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് സമുദായത്തെ ഓർമ്മപ്പെടുത്തിയതിന്റെ പേരിൽ. പക്ഷേ എന്ത് സംഭവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ? ഇന്നെല്ലാവരും SKSF അന്ന് എന്താണോ പറഞ്ഞത്, ഏതൊരു കാര്യമാണോ പറഞ്ഞത്, അത് പൂർണ്ണമായും അംഗീകരിച്ചു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ന് കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന് മുസ്ലിം സംഘടനകളുടെ വേദികളിലേക്ക് ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ആളുകളെ ക്ഷണിക്കാറില്ല. പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ ഒരു സംഘടന പോലും ഉണ്ടായില്ല എന്നതാണ് ചരിത്രപരമായ സത്യം. ആ കാര്യം അന്ന് തുറന്നു പറഞ്ഞു. NDF എന്ന പേര് സ്വീകരിക്കുന്നതിന് മുമ്പേ NDF എന്ന പ്രസ്ഥാനത്തിന്റെ അപകടാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ പ്രസ്ഥാനമാണ് സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. ജീർണതക്കെതിരെയുള്ള ജിഹാദ് മറക്കാൻ കഴിയുമോ? നമ്മുടെ പള്ളികളോടനുബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കാമുകളോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു കർമ്മം, ആണ്ടുകളോടനുബന്ധിച്ചുകൊണ്ട്, നേർച്ചകളോടനുബന്ധിച്ചുകൊണ്ട്, ഉറൂസുകളോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ വിശേഷപ്പെട്ട ആ മഹാന്മാരായ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യസ്ഥലങ്ങളിൽ നടക്കുന്ന ഒരുപാട് പേക്കൂത്തുകൾ. ആ പേക്കൂത്തുകൾ അതിന്റെ അതിരുവിട്ടു കടന്നുപോയി. പള്ളിപ്പറമ്പ് പോലും സർക്കസിന് വേണ്ടി, ഡാൻസ് കളിക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. പള്ളിപ്പറമ്പ് വഖഫ് ചെയ്ത ഭൂമി പോലും മഹല്ല് കമ്മിറ്റിക്കാര് വാടക കൊടുത്തു. എന്തിനു വേണ്ടി? വാടക കൊടുത്തത് സർക്കസ് നടത്താൻ വേണ്ടി, അതുപോലെ തന്നെ നാടകം കളിക്കാൻ വേണ്ടി. ആ ഒരു സാഹചര്യം വന്നു. എല്ലാ മുക്കുമൂലകളിൽ നിന്നുകൊണ്ട് വ്യാജ ബീവിമാരുടെയും വ്യാജ ഷേഖുമാരുടെയും അരങ്ങേറ്റത്തിന്റെ ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടമാണ്. നേർച്ചയോടനുബന്ധിച്ചുകൊണ്ട് ആന വരണ്ടോടി ഒരു മനുഷ്യനെ കൊന്ന സന്ദർഭം തിരൂരില്. വളരെ പ്രക്ഷുബ്ധമായ ഒരു സന്ദർഭം. ആ സമയത്താണ് സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പറഞ്ഞു ജിന്നതക്കെതിരെ ജിഹാദ്. ഈ പറഞ്ഞ മക്കാമുകളോടനുബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ മക്കാമിന്റെ മറപിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ അനിസ്ലാമികമായ പ്രവണതകൾ, ആണും പെണ്ണും തിരക്ക് കൂടുന്ന വേണ്ടി നേർച്ചയാക്കുന്ന സാഹചര്യം പോലും ഇത് അപകടകരമായ തലത്തിലേക്ക് പോയാൽ, ഇതിനെ തുറന്നു വിട്ടാൽ അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് വമ്പിച്ച അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ പ്രമേയം പാസാക്കി. ജീർണതക്കെതിരെ ജിഹാദ്. 1951 വടകരയിൽ ചേർന്ന സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ 19ാമത് വാർഷിക സമ്മേളനത്തിലെടുത്ത പ്രമേയത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ജീർണതക്കെതിരെ ജിഹാദ് വിളിച്ചത്. എന്തുണ്ടായി? ഒരു വേള പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുകൊണ്ട് പോലും ചിലർ പോലും അതിനെ വിമർശിച്ചു. അത് വേണ്ടിയിരുന്നോ? അത് മുജാഹിദുകൾക്ക് ആയുധം കൊടുക്കലല്ലേ എന്ന് പോലും ചിലരെങ്കിലും വിമർശിച്ച സന്ദർഭം. പക്ഷേ മുമ്പോട്ട് പോയി ഒരുപാട് നേർച്ചകൾ പൂർണ്ണമായും ഇസ്ലാമീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പൂർണ്ണമായും ഇസ്ലാമിക വൃത്തത്തിൽ നിന്നുകൊണ്ട് ആ പറഞ്ഞ പുണ്യകരമായ കർമ്മം പുണ്യമായ വിധത്തിൽ തന്നെ നടത്താൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധ്യമായി എന്നത് ഇന്നലകളിൽ നമ്മുടെ സംഘടന ഉയർത്തിപ്പിടിച്ച പ്രമേയം നമ്മുടെ മുമ്പിലേക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആത്മീയ ചൂഷണത്തിനെതിരെ സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ രംഗത്ത് വന്നപ്പോൾ അപ്പോഴും ചിലർക്കൊരു ശങ്ക, വേണമോ കാന്തപുരത്തെ പറയണമോ എന്ന് ചോദിച്ചു. പക്ഷേ അന്ന് കാന്തപുരത്തിനെതിരെ ഈ വ്യാജമുടിയുമായി വന്ന കാന്തപുരത്തിന്റെ തുലി അന്ന് ഉരിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുസ്ലിം സമുദായം വലിയ വില അതിന് നൽകേണ്ടി വരുമായിരുന്നു. അത് പറഞ്ഞപ്പോൾ പലർക്കും അത് ദഹിച്ചില്ല.
സംസ്ഥാന സുന്നി വിദ്യാഭ്യാസ ഫെഡറേഷൻ മുടിക്കെതിരെ പറഞ്ഞപ്പോൾ പലർക്കും അത് ദഹിച്ചില്ല. പക്ഷേ ഇന്നിപ്പോ നമ്മുടെ മുമ്പിൽ സത്യം 100% പുലർന്നു കഴിഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന മുടി വ്യാജമാണെന്ന് തെളിഞ്ഞു. പിന്നെ കൊണ്ടുവന്ന പൊടിയുടെയും ഗതി അതാണെന്ന് തെളിഞ്ഞു. അതിനുശേഷം കൊണ്ടുവന്ന പാത്രത്തിന്റെ ഗതി അതാണെന്ന് തെളിഞ്ഞു. ഇപ്പോ അതിന്റെ മറവിൽ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യം 8 നിലയിൽ പൊട്ടി തരിപ്പണമാകുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല. സമസ്ത ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ കുഴപ്പമുണ്ടാക്കിയ ആൾ അതിനർഹമായ ശിക്ഷ ലഭിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഈ ദൗത്യം അന്ന് നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ മുടി വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മയെ, എൻ്റെ വല്യമ്മയെ, നമ്മുടെ ഉപ്പമാരെ, നമ്മുടെ വല്യപ്പമാരെ കുടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിൽ കൊണ്ടുവന്ന ആ വ്യാജ സാധനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ വ്യാജ സാധനത്തെ വിൽക്കുന്ന ഒരു സാഹചര്യത്തിന് നമ്മൾ കൂട്ടു നിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അവിടെ കൂടി അഭിമാനത്തോടുകൂടി സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ രംഗത്ത് വന്നു. അരുതെന്ന് പറഞ്ഞു. മുന്നോട്ട് പോയപ്പോ അതിനെ തടുക്കാൻ എന്തൊക്കെ ആയുധമുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി. ഇന്ന് അദ്ദേഹം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉറച്ചു നിൽക്കുക, സത്യമാരുടെ മുമ്പിലും വിളിച്ചു പറയുക. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. അതാണ് നമ്മുടെ പ്രമേയം. നീതിക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ജീവനും ജീവിതവും ഇസ്ലാമിന് എന്നൊരു പ്രമേയം നമ്മൾ നടത്തിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ജീവനും ജീവിതവും ഇസ്ലാമിന്, അത് സുന്നത്ത് ജമാഅത്തിന്, അത് നമ്മുടെ സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് അത് പകർന്നു നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കഴിഞ്ഞ ഇന്നലകളിൽ നിങ്ങൾ കാണിച്ച ആർജവം, നമ്മൾ കാണിച്ച ആർജവം തുടർന്നും ഉണ്ടാകണം. നെഞ്ചോട് ചേർത്ത് പിടിക്കുക. സംസ്ഥാന സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെ, സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആരുടെ മുമ്പിലും അഭിമാനത്തോടു കൂടി നിൽക്കുക. നമ്മുടെ ലക്ഷ്യം ദുനിയാവല്ല, ആഖിറമാണ്. അല്ലാഹു വിജയിപ്പിച്ചു വരുമാറാവട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, വുളു ചെയ്യാൻ പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് ആ കസേരയിൽ ഇരിക്കുന്ന ആളുകൾ തൊട്ടടുത്ത കസേരൻ്റെ മേലെ ആ കസേര വെക്കുക. അങ്ങനെ നേരെ അവസാനത്തെ കസേരൻ്റെ മുകളിൽ എല്ലാ കസേരയും വരണം. തിരിച്ച് 1 മിനിറ്റ് കൊണ്ടും അതേപോലെ വരാൻ കഴിയും. നമുക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ? ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കസേര എടുത്ത് മറ്റേ കസേരൻ്റെ മേലെ വെക്കുക. അങ്ങനെ പോയി അവസാനത്തെ കസേരൻ്റെ മേലെ ഒരുമിച്ച് കൊണ്ട് അങ്ങനെ നിസ്കരിക്കാനുള്ള ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടാകാൻ വേണ്ടി തിരിച്ച് രണ്ടാമത് വന്ന് വീണ്ടും പഴയപടി കസേര തിരിച്ചിടുക. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ടി.എ. മമ്മി സാഹിബ് ദേശമംഗലം അടക്കമുള്ള നേതാക്കൾ വേദിയിലുണ്ട്. അവരെല്ലാം സദസ്സിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത സെഷൻ